സിനിമ സോണിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാളത്തിൽ ആക്ഷൻ സിനിമകൾക്ക് വലിയൊരു വഴിത്തിരിവ് ചിത്രങ്ങളായിരുന്നു സ്വാതന്ത്ര്യം, അർദ്ധരാത്രിയിൽ, അജഗജാന്തരം എന്നിവ. ഈ സിനിമകളിലൂടെ ആക്ഷൻ സംവിധായകനായി മാറിയ ആളാണ് ടിനു പാപ്പച്ചൻ. കുഞ്ചാക്കോ ബോബനെ നായകനാക്കി ഒരുക്കിയ ചാവേറാണ് അവസാനമായി പുറത്തിറങ്ങിയ ടിനു പാപ്പച്ചൻ ചിത്രം. ഇപ്പോഴിതാ ടിനു പാപ്പച്ചൻ്റെ അടുത്ത സിനിമയെക്കുറിച്ചുള്ള ഒരു അപ്ഡേറ്റാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയമാകുന്നത്. മമ്മൂട്ടിയോടൊപ്പമാണ് ടിനു പാപ്പച്ചൻ്റെ അടുത്ത സിനിമയെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. മമ്മൂട്ടിയോട് സ്ക്രിപ്റ്റ് നരേറ്റ് ചെയ്തെന്നും താരത്തിൻ്റെ ഭാഗത്തു നിന്നുള്ള അപ്ഡേറ്റിനായി കാത്തിരിക്കുകയാണെന്നും റിപ്പോർട്ടുകളുണ്ട്. ഇത് സത്യമാണെങ്കിൽ മമ്മൂട്ടിയുടെ ലിസ്റ്റിലെ മോസ്റ്റ് വെയിറ്റിംഗ് സിനിമകളിലൊന്നായി ഇത് മാറുമെന്ന് ഉറപ്പാണ്. ഒരിടവേളയ്ക്ക് ശേഷം സംവിധായകൻ സത്യൻ അന്തിക്കാടും മോഹൻലാലും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. പ്രഖ്യാപനം മുതൽ ശ്രദ്ധിക്കപ്പെട്ട ചിത്രത്തിൽ തെന്നിന്ത്യൻ സിനിമാ മേഖലയിൽ തിളങ്ങി നിൽക്കുന്ന മാളവിക മോഹനൻ ആണ് നായിക കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതെന്നാണ് പുതിയ റിപ്പോർട്ടുകൾ. നേരത്തെ ഈ റോൾ ഐശ്വര്യലക്ഷ്മിയാണ് അവതരിപ്പിക്കുന്നതെന്ന് അണിയറക്കാർ പുറത്തുവിട്ടിരുന്നു. ഫൺ മോഡിൽ ഒരുങ്ങുന്ന ചിത്രം തിരക്കഥയും സംഭാഷണവും ഒരുക്കുന്നത് സോനു TP ആണ്. ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂർ നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ ഷൂട്ടിംഗ് ഫെബ്രുവരി 10 ആരംഭിക്കുമെന്നാണ് വിവരം. സുരേഷ് ഗോപി നീണ്ട ഒരിടവേളയ്ക്ക് ശേഷം വക്കീൽ വേഷത്തിൽ എത്തുന്ന ചിത്രമാണ് JSK ജാനകി വാസ് സ്റ്റേറ്റ് ഓഫ് കേരള. ചിത്രത്തിന്റെ റിലീസ് പ്രഖ്യാപിച്ചു. വരുന്ന സമ്മർ കാലത്ത് ചിത്രം തിയേറ്ററുകളിലെത്തും. സുരേഷ് ഗോപി തന്നെയാണ് ഇക്കാര്യം അറിയിച്ചിരിക്കുന്നത്. റിലീസ് തീയതി വൈകാതെ പുറത്തുവരും. റിലീസ് അപ്ഡേറ്റ് പങ്കുവച്ചുകൊണ്ട് പുതിയ പോസ്റ്ററും അണിയർ പ്രവർത്തകർ പുറത്തുവിട്ടിട്ടുണ്ട്. സുരേഷ് ഗോപിക്കൊപ്പം അനുപമ പരമേശ്വരനാണ് മറ്റൊരു പ്രധാന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത്. പ്രവീൺ നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രമാണ് JSK. കോർട്ട് റൂം ഡ്രാമ വിഭാഗത്തിൽപ്പെടുന്നതാണ് ചിത്രം. സുരേഷ് ഗോപിയുടെ മകൻ മാധവും ചിത്രത്തിൽ അഭിനയിക്കുന്നുണ്ട്. SS രാജമൗലിയും മഹേഷ് ബാബുവും ഒന്നിക്കുന്ന ചിത്രമാണ് SSMB 29 എന്നത്. പ്രിയങ്ക ചോപ്രയാണ് ചിത്രത്തിലെ നായിക. നടൻ പൃഥ്വിരാജ് ചിത്രത്തിൽ ഒരു പ്രധാന വേഷത്തിലെത്തുമെന്ന് നേരത്തെ ചില റിപ്പോർട്ടുകളുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ മാറ്റം വന്നിരിക്കുകയാണ്. പൃഥ്വിരാജിന് കരുതി വച്ചിരുന്ന റോളിലേക്ക് ജോൺ എബ്രഹാമിനെ പരിഗണിച്ചെന്ന വാർത്തകളാണ് വരുന്നത്. അപ്രതീക്ഷിതമായ ചില കാരണങ്ങൾ കൊണ്ട് പൃഥ്വിരാജിന് ചിത്രത്തിന്റെ ഭാഗമാകാൻ സാധിക്കില്ല. അതിനാൽ പൃഥ്വിരാജിന് കരുതി വച്ചിരുന്ന റോളിലേക്ക് ജോൺ എബ്രഹാമിനെ പരിഗണിച്ചു. സിനിമയിലെ നായികയായ പ്രിയങ്ക ചോപ്രയുമായുള്ള ജോൺ എബ്രഹാമിന്റെ ചില രംഗങ്ങൾ ഹൈദരാബാദിൽ ഉടൻ ചിത്രീകരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട്. പത്താൻ എന്ന ഹിറ്റ് ചിത്രത്തിന് ശേഷം കിങ് എന്ന് പേരിട്ട പുതിയ ചിത്രത്തിനായി സിദ്ധാർത്ഥ് ആനന്ദുമായി താൻ വീണ്ടും ഒരുമിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം ദുബായിലെ ഗ്ലോബൽ വില്ലേജിൽ നടന്ന സ്റ്റേജ് ഷോയ്ക്കിടെ ഷാറുഖ് വെളിപ്പെടുത്തിയിരുന്നു. ചൈന ഒഴിച്ചുള്ള സ്ഥലങ്ങളിൽ നിന്ന് 1000 കോടി എന്ന വൻ ലക്ഷ്യത്തിലേക്ക് പണം മാറിയ ആദ്യ ചിത്രമാണ് പത്താൻ. അതേസമയം 2026-ൽ കിങ് റിലീസ് ചെയ്യാനാണ് ലക്ഷ്യമിടുന്നത്. അഭിഷേക് ബച്ചനും ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്യുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. മാളികപ്പുറം ടീം വീണ്ടും ഒരുമിക്കുന്ന സുമതി വളവിന്റെ ഷെഡ്യൂളിന് പാക്കപ്പായി. 90കളുടെ പശ്ചാത്തലത്തിൽ കഥ പറയുന്ന ചിത്രം ഹൊറർ കോമഡി ഗണത്തിലാണ് അണിയറയിൽ ഒരുങ്ങുന്നത്. ചിത്രത്തിൽ അർജുൻ അശോകൻ, മാളവിക മനോജ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തുന്നു. ഡ്രീം ബിഗ് ഫിലിംസ് 2025 ക്രിസ്മസ് റിലീസായാണ് സുമതി വളവ് തിയേറ്ററിലെത്തിക്കുന്നത്.